ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മളിതുവരെ ചെയ്തത് ടൂൾസാണ്. അതായത് അനാലിസിസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ വരുന്ന ടൂൾസിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സും കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സും. അതിൽ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 or more ഇയേഴ്സിലുള്ള ഡാറ്റാസിന് സെയിം ഐറ്റംസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്തിട്ട് പെർസെൻറ്റേജസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ പ്രീവിയസ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം കറൻറ്റ് ഇയറിലേക്ക് എത്ര ഇൻക്രീസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തതാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആണ് എന്നുള്ളതാണ് നമ്മൾ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇയേഴ്സിലുള്ള ഡാറ്റാസിനെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുവരാൻ നമുക്ക് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറ്റുമെങ്കിലും ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ഐറ്റംസ് ആയിരിക്കും. അതായത് സെയിം പീരീഡിലുള്ള ഡിഫറെൻ്റ് ഐറ്റംസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ മേക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ബേസ് ആക്കി എടുത്തിരുന്നത് ടോട്ടൽ അസറ്റിനെയും ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി ആയിരുന്നു ബേസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ എന്താണ്, നമ്മൾ ഓരോ അസറ്റ്സിനെയും നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്, നമ്മളുടെ ടോട്ടൽ അസറ്റുമായിട്ട്. പക്ഷേ ടോട്ടൽ അസറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പർട്ടിക്കുലർ അസറ്റ്സ് എന്നാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, അസറ്റും ലയബിലിറ്റിയും ഒരേ പീരീഡിലുള്ള ബാലൻസ് ഷീറ്റിൽ സെയിം ആയിരിക്കും. അതിലെല്ലാ ലയബിലിറ്റീസ് ഐറ്റംസിനെയും നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റിയും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് മേക്ക് ചെയ്തിരുന്നത്. അവിടെ നമ്മളൊരു ബേസിനെ എടുക്കും. ആ ബേസ് എപ്പോഴും എന്തായിരിക്കും, 100% ആയിരിക്കും. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ അസറ്റ് 100% ആണ്. അതേപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ 100% ആയിട്ടായിരുന്നു എടുത്തിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ സെയിൽസിനെ, നെറ്റ് സെയിൽസിനെയാണ് ബേസ് ആക്കി എടുക്കുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ അസറ്റിനെയും ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റിനെയും എടുത്ത സ്ഥാനത്ത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ കോമൺ സൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബേസ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണ്. അവിടെ നെറ്റ് സെയിൽസിന് നമ്മൾ 100% ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് എന്താണ്, നമ്മളുടെ ബിസിനസ്സിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ വന്നിട്ടില്ല, ആ ഒരു ഇയറിലുള്ളതിനെ മാത്രമേ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നെറ്റ് സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുള്ളൂ. പിന്നെ അടുത്ത ഇയറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇയറിലുള്ള നെറ്റ് സെയിൽസിന് ആ ഇയറിലുള്ള അതർ എക്സ്പെൻസുമായിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും, ദെൻ ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ ബേസ് ആക്കി എടുക്കുന്നത് നെറ്റ് സെയിൽസ് ആയിരിക്കും. അതായത് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കാണുന്ന സമയത്ത് ഓരോ ഐറ്റം കൊടുക്കുന്നതിനനുസരിച്ച് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് കൊടുക്കുക. ഓക്കെ, അതിൽ നെറ്റ് സെയിൽസിനെ നമ്മൾ 100 ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കാം എന്താ പറയുന്നത്. എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് each expense item is shown as a percentage of net sales is called a common size income statement. അപ്പോൾ അവിടെ പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്, നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ആ പർട്ടിക്കുലർ ഇയറിലുള്ള ബാക്കി എക്സ്പെൻസസ് എല്ലാം, അതാണ് നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നത്. Okay, then the sales figure is assumed to be 100% and all figures are shown as a percentage of net sales. അവിടെ നമ്മൾ സെയിൽസിന്, നെറ്റ് സെയിൽസിന് 100% ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് എല്ലാ ഫിഗേഴ്സിനെയും നമ്മൾ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉള്ളത്, നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്, നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ളത്, നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മീൻസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഷോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്രയാണ് നമ്മളുടെ നെറ്റ് സെയിൽസ് എന്നാണ്. നെറ്റ് സെയിൽസ് ഷുഡ് ബി ടേക്കൺ ആസ് 100. അതിൽ നെറ്റ് സെയിൽസിനെ നമ്മൾ 100 ആക്കി എടുക്കണം. നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടുന്നത് എങ്ങനെയാണ്, നെറ്റ് സെയിൽസ്
കിട്ടുന്നത് എത്രയാണോ ഗ്രോസ് സെയിൽസ് ഉള്ളത്, ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നെറ്റ് സെയിൽസ് കിട്ടുന്നത്. അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് സെയിൽസും സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക, കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇൻ കേസ് ക്വസ്റ്റ്യനകത്ത് സെയിൽസ് റിട്ടേൺ തന്നിട്ടില്ലെങ്കിൽ തന്നിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, നെറ്റ് സെയിൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഒരു കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ചെയ്ത പോലെ തന്നെ ഒരു എമൗണ്ട് കോളും ഒരു പെർസെൻറ്റേജ് കോളും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 or more ഇയേഴ്സിലുള്ള ഡാറ്റാസ് തരികയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് അടുത്ത ഇയറിൻ്റെ എമൗണ്ട് കോളും കൊടുക്കുക, പെർസെൻറ്റേജ് കോളും കൊടുക്കുക. ഓക്കെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് സെയിൽസിന് എപ്പോഴും എന്തേ എടുക്കുള്ളൂ, 100% ആക്കിയിട്ട്. അപ്പോൾ നെറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് കോളത്തിൽ എത്രയാണോ നെറ്റ് സെയിൽസ് ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് നെറ്റ് സെയിൽസ് എമൗണ്ട് കോളത്തിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പെർസെൻറ്റേജ് കോളത്തിൽ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആക്കിയിട്ട് 100% നെറ്റ് സെയിൽസിൻ്റെ നേരെ നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ടേക്കൺ. സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാണിക്കേണ്ടത്. എന്താണ്, ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് നേരിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കാണണം. അതെങ്ങനെയായിരുന്നു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസിനെയും ആഡ് ചെയ്യുക, അതായത് ഗ്രോസ് പ്രോഫിറ്റ് അത് വേണ്ട, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസ് ഐറ്റംസും ആഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക, കിട്ടുന്ന റിസൾട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പെർസെൻറ്റേജ് കാണുന്നത്, എത്രയാണോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് കോളത്തിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയാൽ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. എന്നിട്ട് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അബ്സല്യൂട്ട് ഫിഗർ നിങ്ങൾ എമൗണ്ട് കോളത്ത് കാണിക്കുക, പെർസെൻറ്റേജ് എവിടെ കാണിക്കുക, പെർസെൻറ്റേജ് കോളത്തിൽ. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആർ ടേക്കൺ. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എടുക്കാം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആദ്യം എടുക്കുക, അതിനുശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എടുക്കുക. ഇതിനൊക്കെ ഇങ്ങനെ നിങ്ങൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുക. ഇപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതുപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100% കിട്ടും. ദെൻ നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിൻ്റെ എമൗണ്ട് കാണിക്കുക, ഡിവൈഡഡ് ബൈ സെയിൽസ്, നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ എത്രയാണോ പെർസെൻറ്റേജ് കിട്ടും, അത് പെർസെൻറ്റേജ് കോളത്തിൽ കാണിക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെ അതർ എക്സ്പെൻസസ്, ഇത് ഇൻട്രസ്റ്റ് ഓൺ ലോണൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഈ കിട്ടുന്ന ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക, ഇൻകം ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, കിട്ടുന്ന റിസൾട്ടാണ് എന്ത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ നെറ്റ് പ്രോഫിറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്തിട്ട് പെർസെൻറ്റേജസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, അതിന് ആൻസറും അതിൽ തന്നെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 2 വർഷത്തെ ഡീറ്റെയിൽസാണ്. നിങ്ങൾക്ക് കോമൺ സൈസിലും 2 വർഷത്തെ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ ആ 2 വർഷത്തെ വാല്യൂസിനെ തമ്മിലല്ല അവിടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്പാരിസൺ കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ ഒരേ വർഷത്തിൽ തന്നെയുള്ള ഐറ്റത്തിനെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ എന്താണ് റിലേഷൻഷിപ്പ് നോക്കുന്നത്. ഓക്കെ, 2 വർഷത്തെ വാല്യൂസിനെ കമ്പയർ ചെയ്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് അല്ല. എത്ര ഒരു ബേസ് പറയും, ഒരു വർഷത്തെ ബേസ് പറയും, ആ ബേസിൻ്റെ എത്ര പെർസെൻറ്റേജസ് ആണ് മറ്റുള്ള വാല്യൂസ്, ആ വർഷത്തിൽ തന്നെയുള്ള മറ്റുള്ള വാല്യൂസ് ഐറ്റംസിൻ്റെ. ഓക്കെ, അതാണ് നമുക്ക് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്നത്. ഒരു കോമൺ ബേസ് ഉണ്ടാവും, ബേസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അതർ ഐറ്റംസ് എന്നുള്ളതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ.